കോൺഗ്രസ് കല്ലേലി ഭാഗം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം സപ്ലൈകോ വിതരണശാലയുടെ മുന്നിൽ ധർണ നടത്തി. സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. സാധാരണ ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയ സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നതെന്ന് ചിറ്റിമൂല നാസർ ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. ഇത് പിണറായി സർക്കാർ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഈ വകുപ്പിനോട് കാട്ടുന്ന കരുത്ത അവഗണനയാണ് എന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വകുപ്പ് CPI ഭരിക്കുന്ന വകുപ്പാണ്. മന്ത്രിയുടെ പേര് വകുപ്പ് അതല്ല, ഭക്ഷ്യസിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പേരിനേക്കാൾ മുമ്പിൽ എല്ലാ സാധാരണക്കാരുടെ നാവിൽ വരുന്ന പേരായിരുന്നു ഭക്ഷ്യസിവിൽ സപ്ലൈസ് മന്ത്രി. നമുക്ക് എത്രയോ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാർ UDFന്റെ കാലത്തും LDFന്റെ കാലത്തും ഒരുപാട് മന്ത്രിമാരെ നമുക്കറിയാം. അവരൊക്കെ റേഷൻ കട വഴി, മാവേലി സ്റ്റോറുകൾ വഴി, ഓണച്ചന്തകൾ വഴി, സപ്ലൈകോ വഴിയൊക്കെ നിരവധിയായ നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് വളരെ അധികം വില കുറച്ച് കൊടുത്തിരുന്ന കാലഘട്ടമായിരുന്നു. നിർഭാഗ്യവശാൽ ഒന്നാം പിണറായി സർക്കാരിൽ തുടങ്ങി രണ്ടാം പിണറായി സർക്കാരിലൂടെ ഇത്തരം പൊതുവിതരണ സമ്പ്രദായങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാനുള്ള ഒരു വേദിയായി ചുരുക്കിയിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. ബഡ്ജറ്റ് അവതരണത്തിലൂടെ സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസം മാറി ഏകാധിപത്യം വന്നതിന്റെ ഫലമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഈ വിപത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റ് സുന്ദരേശൻ അധ്യക്ഷനായിരുന്നു. ഷാജി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് KA ജവാദ്, സോമൻപിള്ള, കലേലി ഭാഗം ബാബു, ഡാനിയൽ, അഷറഫ് വിളയിൽ, വസന്ത, റെജീന, റിയാസ്, ശ്രീകുമാർ, അജി, രാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.